സംഗീതത്തിനുള്ള ഓസ്കാർ അവാർഡ് പോലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സംഗീത പ്രതിഭയാണ് എ.ആർ. റഹ്മാൻ. പക്ഷേ എന്തു ചെയ്യാനാണ്, കഷ്ടകാലം എല്ലാം ഒന്നിച്ചല്ലേ വരികയുള്ളൂ. ഈയിടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ പോലും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായത്. പല അഭിപ്രായ ഭിന്നതകൾ മൂലം അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തെ വിട്ടുപോയി എന്നാണ് പരക്കെ പ്രചരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഗാസ്ട്രോ അറ്റാക്കായി ഹോസ്പിറ്റലിലും കിടന്നു. ഇപ്പോൾ വീണ്ടും കഷ്ടകാലം അദ്ദേഹത്തെ തേടി വന്നിരിക്കുകയാണ്. മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൻ സെൽവൻ 2 വീര രാജവീര എന്ന ഗാനത്തിൻ്റെ സംഗീതം എ.ആർ. റഹ്മാൻ കോപ്പിയടിച്ചതാണെന്ന് ഡൽഹി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നു. പ്രശസ്ത ധ്രുപദ് സംഗീതജ്ഞനായ നാസിർ ഫയാസുദ്ദീൻ ദാഗറും സഹോദരൻ സുഹൈറുദ്ദീൻ ദാഗറും ചേർന്ന് ചിട്ടപ്പെടുത്തിയ ശിവസ്തുതി എന്ന ഗാനത്തിൽ നിന്ന് റഹ്മാൻ സംഗീതം കോപ്പിയടിച്ചതാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. നാസർ ഫയാസുദ്ദീൻ്റെ മകൻ ഫയാസ് വസീഫുദ്ദീൻ ദാഗർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വേണമെങ്കിൽ ആ ഗാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് പറയാനാകില്ലെന്നും ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഗാനങ്ങൾ ഒരേപോലെയാണെന്നും ജസ്റ്റിസ് പ്രതിഭ എം സിംഗ് നിരീക്ഷിച്ചു. കോടതിയിൽ 2 കോടി രൂപ കെട്ടിവെക്കാൻ എ.ആർ. റഹ്മാനോടും നിർമ്മാതാക്കളോടും ഉത്തരവിട്ട് കഴിഞ്ഞു. കോടതി ചെലവിനായി 2 ലക്ഷം രൂപ ഫയാസ് വസീഫുദ്ദീൻ ദാഗറിന് നൽകണം. 2023 ഫയാസ് ഹർജി നൽകിയത്. ഇപ്പോഴാണ് വിധി വന്നിരിക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഇതിൻ്റെ ഒറിജിനൽ ശിവസ്തുതിയും റഹ്മാൻ്റെ വീര രാജവീര എന്ന ഗാനവും ജി-പേസ് മീഡിയ കുറേ പ്രാവശ്യം കേട്ടുനോക്കി. കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. പാട്ടിൻ്റെ നട്ടെല്ല് അവരുടെ ശിവസ്തുതിയുടെ പോലെ തന്നെയുണ്ട്. റഹ്മാൻ്റെ ഇന്നത്തെ കാലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ഉണ്ടെന്നേയുള്ളൂ. എങ്കിലും അജ്ഞാനികളായ നമുക്ക് വീണ്ടും സംശയിക്കാം, റഹ്മാൻ അങ്ങനെ ചെയ്യുമോ? അദ്ദേഹത്തെ ആ ശിവസ്തുതി ആകർഷിച്ചിരിക്കാം, അദ്ദേഹം അറിയാതെ അത് അനുകരിച്ചിരിക്കാം, അല്ലാതെ ഇത് കോപ്പിയടിച്ചതായി പറയാൻ സാധിക്കുമോ? എന്തായാലും കോടതിക്ക് തെളിവല്ലേ വലുത്, അതിനു മീതെ അവിടെ ഒന്നുമില്ലല്ലോ. പക്ഷേ ആ ഒറിജിനലിനേക്കാൾ ജി-പേസ് മീഡിയയ്ക്ക് ഇഷ്ടപ്പെട്ടത് റഹ്മാൻ്റെ വീരരാജവീര എന്ന ഈ പുതിയ സംഗീതം തന്നെയാണ്. സംഗീതത്തിൽ അറിവുള്ള ജ്ഞാനികൾക്ക് വേണമെങ്കിൽ പറയാം അത് എൻ്റെ വിവരക്കേടാണെന്ന്. ഇതിനെതിരായി റഹ്മാൻ്റെ പ്രതികരണം ഒന്നും കണ്ടില്ല. എന്തായാലും ശരിയായാലും തെറ്റായാലും ആത്യന്തികമായി സംഗീതം തന്നെ വിജയിക്കട്ടെ എന്നാണ് ജി-പേസ് മീഡിയയുടെ അഭിപ്രായം.